ഹലോ ഫുഡീസ്, വെൽക്കം ബാക്ക് ടു മരിയൻസ് കിച്ചൺ റെസിപ്പീസ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബദാം മിൽക്കിൻ്റെ വീഡിയോ ആണ്. നമ്മളുടെ കുട്ടികളുടെ ബ്രെയിൻ ഫങ്ഷൻസിനും ഡെവലപ്മെൻറ്റിനും ഒക്കെ നല്ലതാണ് ബദാം മിൽക്ക്. അതുപോലെ തന്നെ പ്രഗ്നൻ്റ് ആയ ലേഡീസ് ബദാം മിൽക്ക് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. നമ്മുടെ ശരീരത്തിനാണെങ്കിൽ ഒരു ഉന്മേഷം കിട്ടാനൊക്കെ ബദാം മിൽക്ക് നല്ലതാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് പാല് വേണം. ഞാനിവിടെ ഒരു പാത്രത്തിനകത്തോട്ട് ഈ ഒരു ഗ്ലാസ്സിൽ 2.5 ഗ്ലാസ് പാലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ എത്ര ആൾക്കാണ് ഉണ്ടാക്കുന്നത് അതനുസരിച്ചിട്ട് ഇത് എടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇത് തള വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് തീയൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇത് വേവിച്ചെടുക്കാം കേട്ടോ. ഇത് വേവിച്ച് വരുമ്പോൾ എങ്ങനെയായാലും 2.5 ഗ്ലാസ് എന്നുള്ളത് 2 ഗ്ലാസ് പാലായിട്ട് മാറും. ഞാനിവിടെ കുറച്ച് ബദാം വെള്ളത്തിൽ കുതിരാനായിട്ട് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിനകത്ത് ഇട്ടിട്ട് ഇതിനകത്തോട്ട് ആവശ്യത്തിന് വെള്ളമെങ്കിൽ വെള്ളം അല്ലെങ്കിൽ പാലെങ്കിൽ പാലൊഴിച്ച് നന്നായിട്ട് പേസ്റ്റ് ആക്കുക. നമ്മുടെ പാല് ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. വളരെ ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുത്തതാണ്. ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര, മധുരത്തിന് ആവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളിവിടെ പേസ്റ്റാക്കി വെച്ച ബദാം ഉണ്ടല്ലോ, അപ്പോൾ കുഞ്ഞു കുഞ്ഞു പീസുകളൊക്കെ ആയിട്ടാണ് ഞാൻ പേസ്റ്റാക്കിയിരിക്കുന്നത്. നല്ല പേസ്റ്റ് അല്ല കേട്ടോ. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഈ പാലും ബദാമൊക്കെ കൂടി നന്നായിട്ട് മിക്സായി വരണം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുങ്കുമപ്പൂ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ വളരെ കുറച്ച് മതി കേട്ടോ. ഈ കുങ്കുമപ്പൂവ് ഈ ബദാം മിൽക്കിൽ ചേർക്കുകയാണെങ്കിൽ നല്ല കളറും നല്ല മണും അതുപോലെ തന്നെ ബദാം മിൽക്കിന് ടേസ്റ്റ് കൊടുക്കുന്നൊരു കുങ്കുമപ്പൂവാണ്. അത് ഏകദേശം ഒരു 1-1.5 മിനിറ്റോളം ചെറു തീയിലിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ബദാം മിൽക്കിൻ്റെ കളറെല്ലാം മാറി കിട്ടും. ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിടാൻ പോവാണ്. ഇത് നിങ്ങൾക്ക് ചൂടോട് കൂടിയോ അല്ലെങ്കിൽ തണുത്തിട്ടോ നിങ്ങൾക്ക് സെർവ് ചെയ്യാം. കുങ്കുമപ്പൂ ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ അത് ആഡ് ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ. മഞ്ഞ കളറിന് വേണ്ടിയിട്ട് വേറെ ഒന്നും ആഡ് ചെയ്യരുത്. അപ്പോൾ നമ്മുടെ ബദാം മിൽക്ക് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഫ്താർ ഡ്രിങ്ക് ആയിട്ട് നമുക്കിത് കഴിക്കാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.